നമ്മൾ അടുത്തതായി പഠിക്കുന്നത് ബാങ്കിങ് ഓഫ് റോഡ്സ് ആണ്. അതിൽ ഒരു 3 ചോദ്യം വന്നാൽ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ബാങ്കിങ് ഓഫ് റോഡ്സ്, ബാങ്കിങ് ഓഫ് റെയിൽസ്, മോഷൻ ഓഫ് സൈക്ലിസ്റ്റ് അലോങ് എ കർവ്ഡ് പാത്ത്, ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ ഡെറിവേഷൻ ഡിറൈവ് ചെയ്തെടുത്താൽ മതി. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഒരു കർവ്ഡ് റോഡ്, ഒരു സൈക്കിളോ ഒരു കാറോ റെയിലോ എന്തോ ആയിക്കൊള്ളട്ടെ. അതായത് ഇത് ഒരു കർവ്ഡ് റോഡാണ്. അന്നേരം ഈ വരച്ചേക്കുന്ന കർവ്ഡ് റോഡിൻ്റെ സെൻറ്ററാണ് ഇത്, സെൻറ്റർ. ഇതിന് നമുക്ക് റേഡിയസ് 6 എന്ന് കൊടുക്കാം. പിന്നീട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനകത്ത് ഒരു കല്ലിട്ട് കറക്കുന്നത്, ഒരു ചരടിനകത്ത് കല്ലിട്ട് കറക്കുന്നത്. അതിനെന്തുണ്ട്? ആ കറങ്ങുന്ന വസ്തുവിന് വെലോസിറ്റി v ഉണ്ട്, മാസ് ഉണ്ട്. അന്നേരം അത് അതിൻ്റെ കേന്ദ്രത്തിലോട്ട് ഒരു ബലം ചെലുത്തുന്നുണ്ട്, സെൻറ്ററിലോട്ട്. ഇതിന് പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്, എഫ്. സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് കാണുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ബൈ ഈ ദൂരം, റേഡിയസ് 6, mv²/6. അങ്ങനെ ആണെങ്കിൽ ഇതൊരു കർവ്ഡ് റോഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അത് എങ്ങനെ ആയിരിക്കും? അതിൻ്റെ സെൻറ്ററിലോട്ടായിരിക്കും. അന്നേരം നമുക്ക് കാറിന് എന്തോ ഉണ്ട്? ഒരു മാസുണ്ട്, കാറിന് മാസുണ്ട്, വെലോസിറ്റി ഉണ്ട്, പിന്നെ അതിൻ്റെ റേഡിയസ് 6. അങ്ങനെ ആകുമ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ mv²/6. ഓക്കെ. ഇനി അടുത്തത് ഒരു സർഫസ്, റോഡിൻ്റെ സർഫസ് ഇൻക്ലൈൻഡ് അല്ല, ഒരു ഗ്രൗണ്ടിന് പാരലായിട്ട് കിടക്കുക. അങ്ങനെ ആകുമ്പം ഇത് കാറാന്നിരിക്കട്ടെ. ഈ കാറിന് വെയിറ്റ് ഉണ്ട്, അന്നേരം ഒരു മാസുണ്ട് m. അന്നേരം അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സാണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വെയിറ്റ് mg. ഇനി പഠിക്കേണ്ടത്, കാർ ഇങ്ങനെ ഇതിനകത്തിരിക്കുമ്പം വെയിറ്റ് താഴോട്ട് പോകുന്നു, അത് mg. അങ്ങനെ ആണെങ്കിൽ ഈ റോഡ് സർഫസ് അതിന് എതിരായിട്ട് പെർപെൻഡിക്കുലറായിട്ട് മേളിലോട്ടൊരു ബലം കൊടുക്കും. അതിന് പറയുന്ന പേരാണ് റിയാക്ഷൻ, R. എന്താണ് പറഞ്ഞത്? ഒരു കാറിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നു, mg. അതിന് തുല്യമായിട്ട് തന്നെ നമ്മുടെ റോഡ് മേളിലോട്ട്, കാറിലോട്ടൊരു ബലം കൊടുക്കുന്നതാണ് റിയാക്ഷൻ, R. അന്നേരം ഇത് റിയാക്ഷൻ ഫോഴ്സ് കണ്ടെത്താൻ എളുപ്പമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് 5 ആണെങ്കിൽ, വെയിറ്റ് 5 ആണെങ്കിൽ റിയാക്ഷനും എത്ര തന്നെ ആയിരിക്കും? 5 ആയിരിക്കും. അന്നേരം അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പം ഫോഴ്സ്, അതായത് എഫക്റ്റ് എന്തോ ആയിരിക്കും? 5 - 5 0. അങ്ങനെ ആണെങ്കിൽ ഈ 5യുടെ സ്ഥാനത്ത് കിടക്കുന്ന ആരാണ്? 6 ആണ്. ഇത് താഴോട്ട് mg ആണ്, അതിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ആരാണ്? -mg = 0. അന്നേരം നമുക്ക് ഇങ്ങനെ എടുക്കാം, മേളിലോട്ട് കിടക്കുന്നതുകൊണ്ട് ഇത് പോസിറ്റീവായിട്ടും ഇത് താഴോട്ടായതുകൊണ്ട് y ആക്സിസ് ഇത് നെഗറ്റീവായിട്ടും. നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അന്നേരം r - mg = 0. അങ്ങനെ ആണെങ്കിൽ r എന്തിന് ഈക്വലാണ്? mgക്ക് ഈക്വലാണ്. റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് mgക്ക് ഈക്വലാണ്. ഇനി വേറൊരു സംഭവമുണ്ട്, അത് നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് പറഞ്ഞു, പിന്നീട് ഇപ്പം റിയാക്ഷൻ പറഞ്ഞു. ഇനി അടുത്തൊരു കേസ് എന്ന് വെച്ചാൽ, ഇങ്ങനൊരു
ബോഡി ഇങ്ങനെ തെള്ളിപ്പോവുക. ഇങ്ങനെ തെള്ളിപ്പോകുമ്പം ഇത് പോവാൻ തടസ്സമെന്ന് ചോദിച്ചാൽ ബോഡി മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഈ ഡയറക്ഷനിൽ. തടസ്സമെന്ന് ചോദിച്ചാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ, അതായത് പോകുന്ന ബോഡിക്കെതിരെ ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇത് പോവാൻ തടസ്സപ്പെട്ടത്. അങ്ങനെ ആണെങ്കിൽ നമ്മളിങ്ങനെ കർവി തിരിയുന്ന ഒരു കാറ് അല്ലെങ്കിൽ സൈക്കിള് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ സ്കിഡ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകും. അല്ലാതെ ഇങ്ങനെ പോകുമ്പം ഒന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒന്ന് തിരിയുന്നുണ്ട്. അത് തിരിയാൻ നമുക്ക് ചില സമയങ്ങളിൽ, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഗ്രഹമായിട്ട് വരും. അതാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത് നല്ല രീതിയിൽ തിരിഞ്ഞ് പോകുന്നത്. അതിനെ ചുറ്റിപ്പറ്റി 1-2 കാര്യങ്ങളുണ്ട്, അത് പറയാം. അന്നേരം ഇതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക. അതായത് ഈ ഡയറക്ഷനാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അതിന് ഇങ്ങനെ ഒരു എഫ് എടുക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനാണ്. നമ്മൾ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. എഫ് ഈസിക്കൽ ടു മ്യൂ ഇൻറ്റു ആർ. ആർ എന്ന് പറയുന്നത് തെറ്റരുത്, ഇത് റേഡിയസ് ആണ്. ഈ ആർ എന്ന് വെച്ചാൽ റിയാക്ഷൻ ഫോഴ്സ് ആണ്. മ്യൂ ഇൻറ്റു ആർ, നമുക്ക് ആർ ഇവിടെ കണ്ടെത്തി. ആർ എന്ന് വെച്ചാൽ എന്താണ്? എം ജി. അന്നേരം എഫ് ഈസിക്കൽ ടു മ്യൂ എം ജി, ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഈസിക്കൽ ടു മ്യൂ എം ജി. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു കണ്ടീഷൻ പറയാണ്. നമുക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫ് സി, സെൻട്രിപിറ്റൽ ഫോഴ്സ് കുറവായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആവാം. ഏത് വാല്യൂവിന്? ഫ്രിക്ഷണൽ ഫോഴ്സ് വാല്യൂവിന് ഒന്ന് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കാട്ടിയും കുറവായിരിക്കണം. ആര്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വണ്ടിയുടെ മാസ് മാറുന്നില്ല, റേഡിയസും മാറുന്നില്ല. നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റുന്ന ആരാണ്? സ്പീഡ് വേരി ചെയ്യാൻ പറ്റും സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ. അന്നേരം ഇത് പോകുന്നത്, സ്പീഡ് ഇങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടല്ല മറിയുന്നത്, ഇത് മറിയുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇങ്ങനെ മറിയുന്നത്. അതായത് ഈ ക്യാപ്പ് ഇങ്ങനെ പോകുന്നെങ്കിൽ മറിയുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ മറിഞ്ഞേ പോകത്തുള്ളൂ, അല്ലാതെ ഇങ്ങോട്ട് മറിയത്തില്ല. അത് കാര്യമെന്ന് വെച്ചാൽ സ്പീഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടും. അത് എന്തിനെക്കാട്ടിയും കൂടും? ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ എം ജിയെ കാട്ടിയും കൂടും. അങ്ങനെ ആണെങ്കിൽ അത് മറിയും. അന്നേരം നമുക്ക് എഴുതാം എം വി സ്ക്വയർ ബൈ ആർ ഈസിക്കൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് ഈക്വൽ ടു ഇട്ട് ചെയ്യാം, ഈക്വൽ ടു മ്യൂ എം ജി. അടുത്ത സ്റ്റെപ്പ്, ഈ എമ്മും പോയി ഈ എമ്മും പോയി. അന്നേരം വി സ്ക്വയർ ഈസിക്കൽ ടു മ്യൂ ഈ ആറ് മേളിലോട്ട് ഗുണിച്ച് മ്യൂ ആർ ജി. അന്നേരം വി ഈസിക്കൽ ടു റൂട്ട് എടുക്കുക, മ്യൂ ആർ ജി. ഇതാണ് മാക്സിമം പെർമിസിബിൾ സ്പീഡ്. ഈ സ്പീഡിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വണ്ടി സ്കിഡ് ചെയ്തു പോവും. അതിനെക്കാട്ടി സ്പീഡാണെങ്കിൽ സ്കിഡൊന്നും ആയിരിക്കത്തില്ല ചെയ്യുന്ന, വണ്ടി മാറി. ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് അറിയാതെ പോവുകയാണെങ്കിൽ നമ്മൾ ഫിസിക്സ് കാണാതെ പഠിക്കുന്നതിന് തുല്യമാണ്. ഇത് ഞാൻ പറഞ്ഞത് ലെവൽ റോഡാണ്. ഇനി പറയുന്നതാണ് ബാങ്കിങ് ഓഫ് റോഡ്. ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഇതൊന്ന് പൊങ്ങും. അതായത് ഇത് കർവ്ഡ് റോഡ് ഇങ്ങനെയാണല്ലോ നമ്മൾ നേരത്തെ വരച്ചത്. ഇതിൻ്റെ സെൻറ്റർ ആയിരുന്നു. ഇതിന് പറയുന്നത്, ഈ സൈഡിന് പറയുന്നത് ഇന്നർ എഡ്ജ്, ഇന്നർ എഡ്ജ്, ഇത് ഔട്ടർ എഡ്ജ്. അതായത് ഇതിൻ്റെ ഇന്നർ എഡ്ജ് എന്ന് പറയുന്നത് ഈ സൈഡാണ്, ഔട്ടർ എഡ്ജ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. അങ്ങനെയാണെങ്കിൽ അതായത് ഈ ഒരു കർവിൽ ഇന്നർ എഡ്ജിനെ കാട്ടിയും ഇവിടെ ഔട്ടർ എഡ്ജ് പൊങ്ങിയിരിക്കുക. എത്ര ആംഗിൾ? തീറ്റ ആംഗിൾ പൊങ്ങിയിരിക്കുക. ഇതിന് പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റോഡ്. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി, അതായത് ലെവൽ റോഡിൽ കൂടെ, ഇതുപോലെ ലെവൽ റോഡിൽ കൂടെ പോകുന്നതിനെക്കാട്ടിയും
ഇച്ചിരി കൂടി സ്പീഡ് കൂടി പോവുകയും ചെയ്യാം, വണ്ടിക്ക് ഇച്ചിരി സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതിനാണ് ഈ റോഡുകൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഈ നാഷണൽ ഹൈവേസിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അടുത്തത് ഈ കേസിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് ഇതിപ്പോൾ ഇംഗ്ലൈൻഡായിട്ട് കിടക്കുക. ഇവിടെ ഒരു ബോഡി കാറ് ഇരിക്കട്ടെ. ഇതിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് പെർപെൻഡിക്കുലറാ, അല്ല 90 വെർട്ടിക്കലാണ്, അത് mg. ഈ സർഫസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ റിയാക്ഷൻ ഫോഴ്സ് ഈ സർഫസിന് 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ പെർപെൻഡിക്കുലർ വരുന്നത്. ഈ സർഫസിന് 90 ഡിഗ്രി ഇങ്ങനെ വരും. ഇതാണ് റിയാക്ഷൻ ഫോഴ്സ്. പിന്നെ ഇതിന് നമ്മളൊരു y കമ്പോണൻ്റ് എടുത്ത് പിന്നീട് എന്ത് വരച്ച് ഒരു x കമ്പോണൻ്റ്, അതായത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് വരച്ച് ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് വരച്ച് ഇത് ഇങ്ങനെ വരച്ച് ഇത് തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റ വരും. അന്നേരം നമുക്ക് അറിയാം ഇത് റിയാക്ഷനാണ് വരച്ചേക്കുന്നത്, ഇതിൻ്റെ വെയിറ്റ് ആണ് mg. ഇനി നമുക്കറിയാം തീറ്റ ആറുമായിട്ട് മേക്ക് ചെയ്യുന്നത് വെർട്ടിക്കൽ ആയതുകൊണ്ട് ആ കമ്പോണൻ്റ് കോസ് കമ്പോണൻ്റ് ആയിരിക്കും വെർട്ടിക്കൽ. അന്നേരം r കോസ് തീറ്റ. ഈ തീറ്റ ഇതാണ് എടുക്കേണ്ടത്, ഈ ഒരു ക്വാഡ്രൻ്റാണ് എടുക്കേണ്ടത്, ഈ ഒരു 90 ഡിഗ്രി. ഈ തീറ്റ ഹൊറിസോണ്ടലുമായിട്ടാണ് മേക്ക് ചെയ്യുന്നത്, അല്ല വെർട്ടിക്കലുമായിട്ടാണ് മേക്ക് ചെയ്യുന്നത്. അന്നേരം ഹൊറിസോണ്ടലായിട്ട് തീറ്റ മേക്ക് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സൈൻ തീറ്റ വരും. അന്നേരം 6 സൈൻ തീറ്റ. പിടി കിട്ടിയല്ലോ. അതായത് വെർട്ടിക്കലുമായിട്ട് തീറ്റ മേക്ക് ചെയ്യുന്നതുകൊണ്ട് അത് കോസ് കമ്പോണൻ്റ്, അന്നേരം അത് വെർട്ടിക്കൽ കമ്പോണൻ്റ് r കോസ് തീറ്റ. തീറ്റ മേക്ക് ചെയ്യാത്തത് കൊണ്ട് ഈ ഹൊറിസോണ്ടൽ സൈൻ തീറ്റ, അന്നേരം ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് r സൈൻ തീറ്റ വരും. ഈ തീറ്റ എങ്ങനെ വരുന്നെന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. അന്നേരം ഇതിനകത്ത് ഇത് തീറ്റയാണെന്ന് ആദ്യം ഉണ്ട്. റോഡ് ഇത്ര ഇംഗ്ലൈൻഡാണ് തീറ്റ, അത് എത്ര ആംഗിൾ ആയിക്കൊള്ളട്ടെ. ഇത് തീറ്റയാണെങ്കിൽ ഇത് നമ്മളിവിടെ r കോസ് തീറ്റ എന്നാണല്ലോ അടയാളപ്പെടുത്തിയേക്കുന്നത്, ഇത് r സൈൻ തീറ്റ. ഇത് തീറ്റയാണെങ്കിൽ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര തന്നെ ആയിരിക്കും, 40 ഡിഗ്രി തീറ്റ. ഇത്രയും മനസ്സിലായി, ഇത് തീറ്റ വന്നു. ഇവിടം വരെ കണ്ടെത്തി. ഇനി നമ്മൾ r കോസ് തീറ്റ ഹൊറിസോണ്ടൽ, ഇവിടെ r സൈൻ തീറ്റ വരുന്നത്. നമ്മൾ ഇനി എടുക്കുന്നത് ഈ സൈഡാണ് എടുക്കുന്നത്, ഇങ്ങനെ കിടക്കുന്നത്. ഇത് 6, ഇത് ഞാൻ ഒന്ന് ചരിച്ച് വരച്ച r കോസ് തീറ്റ. ഇതിനകത്ത് ഇങ്ങനെയാണ്, r കോസ് തീറ്റ അല്ല, ഈ ഒരു സൈഡും ഈ 6ഉം. അന്നേരം ഇവിടെ r കോസ് തീറ്റ ഇവിടാണ് വരുന്നത്. ഇത് റോഡിൻ്റെ സർഫസ്, ഇത് തീറ്റയാണല്ലോ. ഇത് മൊത്തത്തിൽ നമുക്കറിയാം, ഇത് മൊത്തത്തിൽ 90 ഡിഗ്രിയാണ്. അങ്ങനെ ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇത് മൊത്തത്തിൽ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ തീറ്റയുണ്ട്. അന്നേരം ഇവിടെ 90 മൈനസ് തീറ്റ. പിടി കിട്ടിയല്ലോ, ഇവിടെ 90 മൈനസ് തീറ്റ. അന്നേരം r കോസ് തീറ്റയും rൻ്റെ ഇടയ്ക്ക് ഉള്ളത് നമുക്ക് കിട്ടി. എന്താണ്? 90 മൈനസ് തീറ്റ. ഒന്നുകൂടി പറയാം, ഇത് തീറ്റ, r കോസ് തീറ്റയുടെ താഴെയുള്ളതാണ് ഇത് തീറ്റ. നമ്മൾ ഇങ്ങനെയാണ് എടുത്തത്, ഇത് 90 ഡിഗ്രിയാണ്. അന്നേരം ഇത് തീറ്റയാണെങ്കിൽ ഇത് മൊത്തത്തിൽ 90 ആണെങ്കിൽ 90 മൈനസ് തീറ്റയാണ് ഇവിടുത്തെ ആംഗിൾ. 90 മൈനസ് തീറ്റ. ഇനി നമ്മൾ എടുക്കുന്നത് ഇവിടെ എടുക്കുന്നത് ഇത് r കോസ് തീറ്റ, ഇത് 6, ഇവിടെ കിട്ടി 90 മൈനസ് തീറ്റ. ഇത് കാണണം. ഇത് അന്നേരം നമുക്കറിയാം, ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ എത്ര ഉണ്ട്? 90 ഡിഗ്രിയാണ്. ഇവിടെ 30 എങ്കിൽ ഇവിടെ കാണാൻ എളുപ്പമാണ്. 90 മൈനസ് 30 60. ഇവിടെ 30ൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ആരാ? 90 മൈനസ് തീറ്റ. അന്നേരം മൊത്തത്തിൽ എത്ര? 90 മൈനസ് 90 മൈനസ് തീറ്റ.
അന്നേരം എങ്ങനെ വരും? 90 മൈനസ് 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ 90 മൈനസ് അകത്തോട്ട് ഗുണിച്ചേ മൈനസ് 90 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് തീറ്റ. 90ഉം മൈനസ് 90ഉം വെട്ടിപ്പോയി, തീറ്റ മാത്രം. എന്നിട്ട് ഇവിടെ എത്ര വന്ന്? തീറ്റ വന്ന്. അങ്ങനെയാണ് ഇവിടെ തീറ്റ കിട്ടുന്നത്. ഇത്രയും സ്റ്റെപ്പ് ഒഴിവാക്കിയാണ് നമ്മൾ ഇവിടെ തീറ്റ വന്നാൽ ഇവിടെ തീറ്റ വരുമെന്ന് എഴുതിയേക്കുന്നത്. നമ്മൾ പഠിക്കുമ്പം മനസ്സിലാക്കി പഠിക്കുക, അല്ലെങ്കിൽ ഇത് കാണാൻ പഠിച്ചു വെക്കുക. ഫിസിക്സ് എപ്പോഴും മനസ്സിലാക്കിയേ പഠിക്കാവുള്ളൂ. ഇനി ഡെറിവേഷനിലോട്ട് പോകാം. ഇപ്പോൾ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുമ്പം റോഡിൻ്റെ ഇന്നർ എഡ്ജിനെക്കാട്ടിയും ഔട്ടർ എഡ്ജ് ഉയർന്നു കിടക്കുന്നത്, അതാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഇനി ഡെറിവേഷനിലോട്ട് പോവുകയാണ്. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞ കേസ്, ഇവിടെ പറഞ്ഞത് നോക്കുക, എന്തുണ്ട്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം? ഫ്രിക്ഷണൽ ഫോഴ്സിന് കാട്ടിയും കുറവായിരിക്കണം, അല്ലെങ്കിൽ പരമാവധി ഈക്വൽ വരെ ആവാം. അതാണ് കൺസെപ്റ്റ്. ഇനി അടുത്തത്, ഇതിനകത്ത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ട് ആരേ ഉള്ളൂ? ആർ സൈൻ തീറ്റ ഉണ്ട്. ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ട് ആർ കോസ് തീറ്റയുണ്ട്, എം ജി ഉണ്ട്. അന്നേരം ഇതിനകത്ത് നമുക്ക് ഇവിടെ റിയാക്ഷന്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഏകദേശം തുല്യമായിട്ട് കിടക്കുന്ന സാധനമാണ് ആർ സൈൻ തീറ്റ. അന്നേരം നമ്മൾ ഇതിനകത്ത് എഴുതിയതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സിന് തുല്യമായിട്ട് കിടക്കുന്നതാണ് ആർ സൈൻ തീറ്റ. അതിനകത്ത് എഴുതിയതുപോലെ സെൻട്രിപിറ്റൽ ഫോഴ്സും എന്തിന് ഈക്വലായിട്ട് എഴുതാം? ആർ സൈൻ തീറ്റയ്ക്ക് ഈക്വലായിട്ട് എഴുതാം. അന്നേരം അടുത്ത ആർ സൈൻ തീറ്റ പ്രൊവൈഡ് നെസസ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അന്നേരം ആർ സൈൻ തീറ്റ എന്നുള്ളത് എന്തിന് ഈക്വലാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് നമുക്കറിയാം, എം വി സ്ക്വയർ ബൈ ആർ എന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയസ്. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന, വെയിറ്റ് 10 ന്യൂട്ടൺ ആണെങ്കിൽ ആർ കോസ് തീറ്റ എത്ര ആയിരിക്കും? 10 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. അന്നേരം നമുക്കതിനെ ആർ കോസ് തീറ്റ കമ്പോണന്റ് ബാലൻസസ് വെയിറ്റ്. സ്റ്റെപ്പ് ആർ കോസ് തീറ്റ ഈസിക്കൽ ടു എം ജി. അല്ലെങ്കിൽ വേറൊരു രീതി പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് ആർ കോസ് തീറ്റയാണ്, അത് 10 ആണെങ്കിൽ എം ജിയും 10 തന്നെയാണ്. അന്നേരം ആർ കോസ് തീറ്റ നമുക്ക് വൈയുടെ പോസിറ്റീവായിട്ട് എടുത്ത്, താഴോട്ടായതുകൊണ്ട് ഇത് നെഗറ്റീവ്, എം ജി ഈസിക്കൽ ടു 0. അടുത്ത സ്റ്റെപ്പ് ആർ കോസ് തീറ്റ ഈസിക്കൽ ടു എം ജി. ഇങ്ങനെ എടുത്താലും ചെയ്യാം. നമുക്കൊരു ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്ന കേസ് അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇവിടെ ഇങ്ങനെ എടുക്കുക, ആർ കോസ് തീറ്റ ഈസിക്കൽ ടു എം ജി. ഇക്വേഷൻ 2 ഡിവൈഡിങ് ഇക്വേഷൻ ബൈ 2. അന്നേരം അടുത്ത സ്റ്റെപ്പ് ആർ സൈൻ തീറ്റ ലെഫ്റ്റ് സൈഡ് എടുക്കുക. ആർ സൈൻ തീറ്റ ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് സൈഡ്, ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് സൈഡ്. ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ ഈസിക്കൽ ടു എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം ജി. അന്നേരം നമുക്ക് ഒരു അധിക സ്റ്റെപ്പായിട്ട് എഴുതുക, എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം ജി എന്നാണ്. ഡിവൈഡഡ് ബൈ എം ജി. ഈ ആറും പോയി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്തോന്ന്? ടാൻ തീറ്റ ഈസിക്കൽ ടു, ഇവിടെ എം വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് എം ജി 1 എം ജി. ഈ എമ്മും പോയി. അടുത്തത് ടാൻ തീറ്റ ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ ജി അടുത്ത സ്റ്റെപ്പ്
വി സ്ക്വയർ ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? ടാൻ തീറ്റ ഇൻറ്റു ആർ ജി. അന്നേരം ആർ ജി ടാൻ തീറ്റ. വി ഈസിക്കൽ ടു റൂട്ട് ആർ ജി ടാൻ തീറ്റ. ഇത് പിടി കിട്ടിയല്ലോ. ഇതാണ് വെലോസിറ്റി മാക്സിമം പെർമിസിബിൾ സ്പീഡായ വി ഈസിക്കൽ ടു റൂട്ട് ആർ ജി ടാൻ തീറ്റ. നേരെ ഒന്നും കൂടി പറയാം. ഇതിനകത്ത് ഒരു ബാങ്ക്ഡ് റോഡാണ്, അതായത് ഇന്നർ എഡ്ജ് ഔട്ടർ എഡ്ജിനെക്കാട്ടിയും റേസായി ഇരിക്കുന്നു. അന്നേരം ഇവിടെ ഒരു കാറാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് വെർട്ടിക്കൽ mg. അതിന് റിയാക്ഷൻ ഈ സർഫസിന് പെർപെൻഡിക്കുലർ 6. ഇവിടെ നമ്മളൊരു വെർട്ടിക്കൽ വരച്ചു, ആക്സിസ് വരച്ചു. അതുപോലെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വരച്ചു. തീറ്റ മേക്ക് ചെയ്യുന്നത് വെർട്ടിക്കൽ ആയതുകൊണ്ട് കോസ് കമ്പോണൻറ്റ് ആർ കോസ് തീറ്റ, തീറ്റ മേക്ക് ചെയ്യാത്തത് കൊണ്ട് ആർ സൈൻ തീറ്റ. ഇവിടെ തീറ്റ ആയതുകൊണ്ട് നമ്മൾ ആ കേസ് പറഞ്ഞാണ്. അന്നേരം ഇവിടെയും തീറ്റ വരും. ഇത് എഴുതുക. ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈ സൈഡിലോട്ടാണ്. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആർ സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റിനെക്കാട്ടിയും കുറവായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അന്നേരം ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് കമ്പോണൻറ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സിന് ഈക്വലാണ്. അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അന്നേരം ആർ സൈൻ തീറ്റ ഈക്വൽ ടു mv²/r. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ആർ കോസ് തീറ്റ കമ്പോണൻറ്റ് എന്തിന് ഈക്വലാണ്? വെയിറ്റിന് ഈക്വലാണ്. ആർ കോസ് തീറ്റ ഈക്വൽ ടു mg. ഇക്വേഷൻ 1/2 എടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ ഈക്വൽ ടു mv² ബൈ റൈറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ mg. ഇവിടെ ആർ ക്യാൻസലാവും. ടാൻ തീറ്റ mv²/r ഇൻറ്റു 1/mg. ടാൻ തീറ്റ ഈക്വൽ ടു v²/rg. അടുത്ത സ്റ്റെപ്പ് v² ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ. വെലോസിറ്റി v ഈക്വൽ ടു റൂട്ട് ആർ ജി ടാൻ തീറ്റ.